ഭയത്തെക്കുറിച്ച് ഭയമില്ലാത്ത മനുഷ്യർ ജീവിക്കുന്ന ഇടമാണത്. അവരവരുടേതല്ലാത്ത ദേശങ്ങൾക്ക് കാവൽ നിൽക്കേണ്ടവരാണ് സ്ത്രീകൾ. പ്രസവിക്കാനും പ്രസവിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് കേരളത്തിലെ സ്ത്രീകൾ നേടിയെടുത്തൊരു ദൃശ്യതയുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഇടപഴകൽ വെച്ചിട്ടാണ് അവർ അത് നേടിയെടുക്കുന്നത്. അത്തരത്തിലുള്ളൊരു ഇടപഴകലിൻ്റെ ഒരു സൃഷ്ടിയാണ് ഞാൻ. അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന നോവൽ എഴുതുന്നത്. നോവൽ എന്ന് അത് എഴുതപ്പെടുന്ന കാലത്ത് അതിനെ വിളിച്ചിരുന്നില്ല. ആ പേര് അല്ലെങ്കിൽ അത് ആ സാഹിത്യ ഗണത്തിലാണ് അത് ഉൾപ്പെടുന്നത് എന്നുള്ള വിവരം പറയുന്നത് പ്രസാധകരാണ്. അത് ഒരുപക്ഷെ അവർ അവരുടെ സൗകര്യത്തിന് ചെയ്തതാവാം. എന്തായാലും അത് നോവൽ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ രേഖപ്പെട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അവരവരുടേതല്ലാത്ത ദേശങ്ങൾക്ക് കാവൽ നിൽക്കേണ്ടവരാണ് സ്ത്രീകൾ. അതേസമയം അവർ കാവൽ നിൽക്കുന്ന ദേശങ്ങൾ അവരുടേതല്ലതാനും. അത്തരമൊരു സന്ദിഗ്ധതയിൽ നിന്നുകൊണ്ടാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന നോവൽ ഉണ്ടാകുന്നത്. അതിനകത്ത് പലതരത്തിലുള്ള അധികാരങ്ങളോട് പൊരുതുന്ന സ്ത്രീകളാണുള്ളത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാമൂഹിക അധികാരം, ലിംഗാധികാരം, സാമ്പത്തികാധികാരം ഒക്കെയും അവനുള്ള പ്രിവിലേജുകളാണ്. അതൊന്നുമില്ലാത്ത സ്ത്രീകൾക്ക് ഇത്തരം അധികാരങ്ങളുടെ നുകത്തിൻ്റെ അടിയിൽ പെട്ടുപോകുമ്പം സ്വാഭാവികമായിട്ട് ജീവിതത്തോടുള്ളൊരു ആനന്ദങ്ങൾ അല്ലെങ്കിൽ അതിനോടുള്ള ആസക്തികൾ ഇല്ലായ്മ ചെയ്യപ്പെടും. അവൻ്റെ അധികാരത്തിന് വിധേയരായിക്കൊണ്ട് ജീവിക്കുന്ന ആ ഒരു നിലയിൽ നിന്ന് കുതറി മാറാൻ അവർ ശ്രമിക്കും. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് ആ നോവലുകളിൽ അധികവും ഉള്ളത്. അവരുടെ സംഘർഷങ്ങൾ നാട്ടുഭാഷയുടെ സഹായത്തോടുകൂടി പ്രാദേശിക ചരിത്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ കൈത്താങ്ങോടുകൂടി അവതരിപ്പിച്ച നോവലാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ. അവിടെ നിന്ന് പുതിയ നോവലായ ആത്രേയകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ വിഷയം, അതിൻ്റെ പ്രമേയം, ഭാഷ, പരിചരണം, നിലപാടുകൾ തുടങ്ങിയവയിലൊക്കെ കാതലായ മാറ്റങ്ങളുണ്ട്. പ്രാദേശിക രാഷ്ട്രീയം പറയുന്നില്ലെങ്കിലും അതിലും ഒരു ദേശമുണ്ട്. തിരസ്കൃതരായ മനുഷ്യർ എത്തപ്പെടുന്ന, മുറിവേറ്റവർ എത്തപ്പെടുന്ന, തിരസ്കൃതരായിട്ടുള്ള മനുഷ്യർക്ക് അഭയസ്ഥാനമായി തീരാവുന്ന ഒരിടം എന്നുള്ള നിലയ്ക്കാണ് ആത്രേയകത്തെ സങ്കല്പിച്ചിരിക്കുന്നത്. അതൊരു വൈദ്യഗ്രാമമാണ്, ഒരു ജനതയുടെ മുറിവുണക്കുന്ന ഇടമാണ്. ഭയത്തെക്കുറിച്ച് ഭയമില്ലാത്ത മനുഷ്യർ ജീവിക്കുന്ന ഇടമാണത്. അതിലെ കഥാപാത്രങ്ങളെ മഹാഭാരതത്തിൻ്റെ ഫാബ്രിക് ഉപയോഗിച്ചിട്ടാണ് നെയ്തിരിക്കുന്നത്. വ്യാസമഹാഭാരതം എന്ന് ചൊൽക്കൊണ്ട കൃതിയെ ഒരു പരിധിവരെ ഉപജീവിച്ചിട്ടുണ്ടെങ്കിലും മഹാഭാരതത്തിന് ഇന്ത്യ മുഴുവനുമുള്ള നിരവധി ഉപാഖ്യാനങ്ങളോട് ഈ നോവലിന് കടപ്പാടുണ്ട്. വാസ്തവത്തിൽ പല ട്രൈബൽ സമൂഹങ്ങളിലുമുള്ള കഥകൾ, അവരുടെ വാങ്മയങ്ങൾ, അവരുടെ ഇതിഹാസങ്ങളിൽ തന്നെ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ഉപകഥകൾ അവയൊക്കെയും ഇടം പിടിച്ചിട്ടുള്ളൊരു നോവൽ ഭൂമികയാണ് ആത്രേയകത്തിൻ്റേത്. അത് ദേശാധികാരത്തോട് പൊരുതേണ്ടി വരുന്ന തിരസ്കൃതരായ മനുഷ്യരുടെ കഥയാണ്. ഒപ്പം ലിംഗപദവിയുടെ കാര്യത്തിൽ സംശയാലുക്കളായ മനുഷ്യരതിൽ ഉണ്ട്. ഒരു ജെൻഡർ ഫ്ലൂയിഡിറ്റി അവിടെ ഇള എന്ന കഥാപാത്രത്തെയും നിരമിത്രൻ എന്ന കഥാപാത്രത്തെയും ഉപയോഗിച്ച്, വിശാഖ എന്ന കഥാപാത്രത്തെ ഉപയോഗിച്ച് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ലിംഗാധികാരത്തോട് എതിർക്കുക എന്നുള്ളത് ഒരർത്ഥത്തിൽ ദേശാധികാരത്തോട് എതിർക്കുക തന്നെയാണ്. ആത്രേയകം എന്നൊരു ഭൂമിക അത്തരത്തിലാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. പലപ്പോഴും നിറത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ, വിശ്വാസങ്ങളുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന, ഓരത്താക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ആത്രേയകം. അതുതന്നെ മഹാഭാരതത്തിൻ്റെ വർത്തമാനകാല വായനകളോട് പരമാവധി നീതി പുലർത്തിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന നോവലിലെ കഥാപാത്രങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസം 3ാം ക്ലാസ്സിൽ വെച്ച് അവസാനിപ്പിക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊരു മാനക ഭാഷ ഉപയോഗിക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ആധുനികതയുടെ വരവോട് കൂടിയിട്ടാണ് മനുഷ്യർ ഒരുപാട് എഡിറ്റഡായി മാറുന്നത്. മനുഷ്യർ എഡിറ്റഡ് വേർഷൻസാണ് ഇപ്പോൾ ഉള്ളതൊക്കെ. അത്തരത്തിലുള്ളൊരു എഡിറ്റിങ്ങിൻ്റെ ബാധ്യതയില്ലാത്ത മനുഷ്യരാണ് കല്യാണിയും ദാക്ഷായണിയും. അവർ ജീവിക്കുന്ന ലോകത്ത് അവർ ഇടപഴകുന്ന മനുഷ്യരൊക്കെയും. അതുകൊണ്ട് അവരുടെ ഒരു ജീവിത പരിസരത്തിന് ചേരുന്ന രീതിയിലാണ് അതിനകത്തെ ഭാഷ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം മാനക ഭാഷയിൽ നിന്നുള്ള കുതറൽ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അധികാര ഭാഷയോടുള്ള കുതറൽ കൂടിയാണ്. അതൊരു പക്ഷേ ജ്ഞാനാധികാരത്തിൻ്റെ മുകളിലുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് അവരുടെ. അപ്പം അത്തരത്തിലൊരു ലോക്കൽ കൾച്ചർ, ഒരു ലോക്കൽ കളർ എന്നുള്ളത് കല്യാണിയിലുണ്ട്. അതുകൊണ്ടാണ് കല്യാണിയിൽ കണ്ണൂർ ഭാഷ ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അതൊരു മുഖ്യധാരയിൽ നിന്നുള്ളൊരു തെറിക്കൽ ആയതുകൊണ്ട്, അതിനകത്ത് ഈ പറഞ്ഞ തെറിവാക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചേർക്കേണ്ടതുകൊണ്ട് ആ പ്രാദേശിക ഭാഷ അനിവാര്യമായിരുന്നു.
പക്ഷെ ആത്രേയം പോലുള്ളൊരു കൃതിയിൽ അത്തരത്തിലൊരു പരീക്ഷണത്തിനുള്ള സാധ്യതയില്ല. അതേസമയം സംസ്കൃതം നിറയെ ഉപയോഗിക്കാത്ത രീതിയിൽ ലഘുവാക്യങ്ങളിലൂടെ, അതായത് ഒരു ദ്രവീഡിയൻ നേച്ചറിന് ചേരുന്ന രീതിയിൽ സംസ്കൃതത്തെ പരുവപ്പെടുത്തി ലഘുവാക്യങ്ങളായിട്ടാണ് ആത്രേയത്തിൻ്റെ ആഖ്യാനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഒപ്പം അതിനകത്തൊരു നാടകീയത നിലനിർത്തേണ്ടതുണ്ട്. ആ കഥാപാത്രങ്ങളെ അങ്ങനെ ടൈറ്റായിട്ട് നമ്മൾ പിന്തുടരേണ്ടതുണ്ട്. അവരുടെ ഭാഷ എങ്ങനെയാണ്, അവരുടെ ചലനങ്ങൾ എങ്ങനെയാണ്, അതിനൊരു ഇതിഹാസ പരിസരം ഉള്ളതുകൊണ്ട് ആ പരിസരം ആവശ്യപ്പെടുന്ന ഭാഷ അതിന് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മളൊരു പരീക്ഷണം നടത്തുന്നത് പലപ്പോഴും വിജയമാകണമെന്നില്ല. അത് തന്നെയുമല്ല, ഓരോ വിഷയവും അർഹിക്കുന്ന തരത്തിലുള്ളൊരു പരിചരണം കിട്ടേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതിനകത്തെ ഭാഷ ഒരല്പമെങ്കിലും സംസ്കൃതത്തിന് ആധിക്യമുള്ളതായിരിക്കുന്നത്. കല്യാണി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു കല്യാണിയല്ല, ഒരുപാട് കല്യാണിമാരാണ്. ഒരുപാട് ചെയ്കുട്ടിമാരെ നമ്മൾ കാണുന്നുണ്ട്. ഈ ചെയ്കുട്ടിയും കല്യാണിയും ഒക്കെ ഒരുപാട് ആൾക്കാരുടെ ഒരു കളക്ഷനാണ് ശരിക്കും. ഇവർ മുഴുവനും ഒരു കാലത്ത് അവരുടെ ജീവിതത്തെ അവരിഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ചവരാണ്. അതിനകത്തുള്ള സ്ത്രീ പുരുഷ ബന്ധ ചിത്രീകരണങ്ങളൊക്കെ അതിനൊന്നും ഒട്ടും ഫിക്ഷൻ ഇല്ല, ഒട്ടും അതിശയോക്തി ഇല്ലെന്ന് പറയേണ്ടി വരും. വളരെ കൃത്യമായിട്ട് മറ്റ് ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്നവരും എന്നാൽ അത് അവരുടെ ഒരു നോർമൽ ലൈഫിനെ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോയിരുന്നവരും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളാണ് അതിനകത്തുള്ളത്. ഇപ്പം ഷാജികുമാറിൻ്റെ മരണവംശത്തിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന കാണാം. അതുപോലത്തെ ഒരു അന്തരീക്ഷമാണ് കല്യാണിയിൽ ചേയിക്കുട്ടിയും കല്യാണിയും തമ്മിലുള്ളത്. അവരുടെ ജീവിതങ്ങൾ അവർക്ക് പരസ്പരം അറിയാം, പക്ഷെ അത് ക്രോസ് ചെയ്ത് പോകുന്നില്ല, അവർ വിചാരണ ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കിടക്കുന്നു. ഈ മണ്ണും ചാണകവും കിടക്കുന്ന പോലെ ഒരു ഉപമ കൊണ്ട് അതിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ബീഡി വലിക്കുകയും കള്ളു കുടിക്കുകയും അവനവന് ഇഷ്ടമുള്ള ഇണകളെ സ്വീകരിക്കുകയും ഇനി അവരെ വേണ്ടെങ്കിൽ നിരസിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യം, പ്രസവിക്കാനും പ്രസവിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ട്. അവരുടെ ഒരു കുറവ് എന്ന് പറയുന്നത് ഒരു പക്ഷേ അവർ ആധുനിക വിദ്യാഭ്യാസം നേടിയവരല്ല എന്ന് മാത്രമാണ്. പക്ഷേ ഈ ആധുനിക വിദ്യാഭ്യാസം കേരള സ്ത്രീയെ എത്രത്തോളം മോഡേൺ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആധുനികയാക്കിയിട്ടുണ്ട് എന്നുള്ളത് സംശയാസ്പദമായൊരു കാര്യമാണ്. പലപ്പോഴും വളരെ പ്രിയംവതയായിട്ടുള്ള ഒരു ആദർശാത്മക കുടുംബിനിയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ മുന്നേറ്റം കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു പുരോഗമനം ഉണ്ടാവുക എന്നതുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റും നമ്മുടെ ഈ പരിഷ്കരണ രീതികളും ഒക്കെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഈ നോവലുകളിലെ നാടൻ പെണ്ണുങ്ങൾ കുറേ കൂടി ആധുനികരാണ്. അപ്പോൾ എന്നെ 20 വർഷമായിട്ട് കേരളീയ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ ഇടപഴകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഇടപഴകുന്ന സ്ത്രീകളോടൊക്കെ ചോദിച്ചാൽ അവർക്ക് വലിയൊരു ചരിത്രം ഉണ്ടാവും. ഇഷ്ടം പോലെ തെറി കേട്ടിട്ടും തെറി പറഞ്ഞിട്ടും അവർക്കിപ്പോൾ ഒരു ഇമ്മ്യൂണിറ്റി ആയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ഇമ്മ്യൂണിറ്റി എനിക്കും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെട്ട വകയിൽ. അപ്പോൾ ആ ഒരു ബലത്തിൻ്റെ മുകളിലാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എഴുതി കളയാമെന്ന് വിചാരിക്കുന്നതും എഴുതുന്നതും. അതൊരു നോവലാകും എന്ന് വിചാരിച്ചവർ വളരെ കുറവായിരുന്നു. കാരണം ഇതൊരു നല്ല ടാസ്ക് ആയിരുന്നു. എല്ലാ ദിവസവും ആവശ്യമുള്ള അധ്യായങ്ങൾ തലേ ദിവസം എഴുതുക, അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യേണ്ട ദിവസം രാവിലെ എഴുതുക എന്നുള്ളൊരു രീതിയാണ് അനുവർത്തിച്ചിരുന്നത്. ഇപ്പോൾ ഒരു ദിവസം 80 കിലോമീറ്ററോളം യാത്ര ചെയ്ത് പോയി ജോലി ചെയ്ത് വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിട്ടാണ് ഇത് എഴുതാനിരിക്കുന്നത്. ഇത് എഴുതി നോവൽ എഴുതി തീർക്കാനുള്ള പാടുകളെക്കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു 3 ദിവസം ലീവ് എടുത്ത് ഒരു പ്രളയകാലത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ ഇരുന്നിട്ടാണ് ഇത് എഴുതി തീർക്കുന്നത്, പ്രസാധകർക്ക് കൊടുക്കാൻ വേണ്ടി. അത്തരത്തിലുള്ള ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു നോവലായി വരികയോ സ്ഥാനപ്പെടുകയോ ചെയ്യുമെന്ന് ഞാനോ ഒരു പക്ഷേ അന്ന് അത് വായിച്ച ആൾക്കാർ ആരും തന്നെ വിചാരിച്ചിരിക്കുകയില്ല. അതൊരു തരത്തിൽ ഒരു അത്ഭുതമായിരുന്നു. കാരണം ഇത്രയും പേര് സോഷ്യൽ മീഡിയയിൽ വായിച്ചൊരു സാധനം, വാട്സപ്പിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒന്ന്, ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു സംഗതി, അത് ഇത്രത്തോളം ആൾക്കാർ വായിച്ചതിന് ഈ പ്രിൻറ്റിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ സ്വീകരിക്കപ്പെടുമെന്നുള്ളതൊരു വലിയ അത്ഭുതമായിരുന്നു. പക്ഷേ അതിപ്പോൾ നിലവിൽ 50,000 കോപ്പികൾ പിന്നിട്ടു എന്നുള്ളത് ആ ഒരു ആശങ്ക അസ്ഥാനത്താക്കുന്നുണ്ട്. ഈ ഒരു വരവ് എന്ന് വെച്ചാൽ കല്യാണിക്ക് അക്കാഡമി അടക്കം, സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം 6ഓളം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള നോവലാണ് കല്യാണി. പക്ഷേ അത് ഒന്നും അത്തരത്തിൽ, അതായത് ഇങ്ങനെ ഒരു ഒറ്റ നോവൽ എഴുതി, എപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പഴി അതാണ്. അതായത് ഒരു നോവൽ മാത്രം എഴുതി അതിൻ്റെ പേരിൽ പ്രശസ്തയായി എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളൊരു പഴി. എത്രത്തോളം ആൾക്കാരത് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത്തെ നോവൽ എഴുതിയാൽ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധം എനിക്ക് എൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു നോവൽ മാത്രം എഴുതി അങ്ങനെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ആരോപണം എന്നുള്ള രീതിയിൽ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയായാലും അങ്ങനെ നമ്മുടെ പ്രതിഭാധനരായിട്ടുള്ള പല എഴുത്തുകാരികളും എത്ര നോവൽ എഴുതിയിട്ടുണ്ടെന്നൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ലളിതാംബിക അന്തർജനം അടക്കമുള്ള ആൾക്കാരുടെ നോവലുകൾ താരതമ്യം ചെയ്യുകയല്ല, പക്ഷേ എത്ര നോവൽ എഴുതി എണ്ണത്തിലല്ല അതിൻ്റെ ഒരു കാര്യം ഇരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു സ്ത്രീ മുഖ്യധാരയിലേക്ക് വരുന്നു, അവൾ ആ ഒരു നോവൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലാവുന്നു, അല്ലെങ്കിൽ അവർ എഴുതുന്നത് ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും
ഇപ്പോഴും ഈ 2024 ഉണ്ട്. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അതായത് അനുകൂല ഭാവം കാണിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നോവൽ മോശമാണ് എന്ന് പറയാവുന്ന രീതിയിലേക്കുള്ള വളർച്ചയെ ഇവിടെ പലർക്കും ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് എനിക്കുള്ള ഒരു ദുരനുഭവമാണ്. അതിൻ്റെ ട്രാൻസ്ലേഷനിൽ വരാവുന്ന ഏറ്റവും വലിയൊരു അപകടം അതിൻ്റെ ഭാഷാ രാഷ്ട്രീയം ഒരു പക്ഷേ കൺവേ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളത് തന്നെ ആയിരുന്നു. അതിനകത്തെ ഭാഷ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് ശരിക്കും. ആ ഭാഷ 2 തരം ഭാഷകൾ അതിനകത്തുണ്ട്. അതിലൊന്ന് അധികാരിയുടെ ഭാഷയും മറ്റൊന്ന് വിധേയരുടെ ഭാഷയുമാണ്. അതിൽ ദേശാധികാരവും ഉണ്ട്, ലിംഗാധികാരവും ഉണ്ട്. അതിൽ ഓരോ കഥാപാത്രവും ഉപയോഗിക്കുന്ന ഭാഷ അവരുടെ മനോഭാവത്തിന് കണക്കായിട്ട് വ്യത്യാസപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ആണിക്കാരനും പുരുഷനാണ്, കോപ്പുകാരനും പുരുഷനാണ്. പക്ഷെ രണ്ടുപേരും ഉപയോഗിക്കുന്ന ഭാഷ വ്യത്യസ്തമാണ്. അതിൽ ഗോവിന്ദേട്ടൻ്റെ ഭാഷയായിരിക്കില്ല ചിത്രസേനൻ ഉപയോഗിക്കുന്നത്. അപ്പം ആണ് തന്നെ വിവിധ തരത്തിലുള്ള സ്ലാങ്ങുകൾ ഉപയോഗിക്കുന്നുണ്ട്, വിവിധ പ്രാദേശിക ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് നറേറ്ററുടെ ഭാഷ വേറെയാണ്, തെക്ക് വടക്ക് ഭാഗങ്ങളിലുള്ള കഥാപാത്രങ്ങളുടെ ഭാഷയും വേറെയാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രാദേശിക ഭാഷാ ഭേദങ്ങൾ അതിനകത്ത് തന്നെയുള്ള ലിംഗഭേദത്തെ ആസ്പദമാക്കി വരുന്ന സമയത്ത് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക നല്ല പ്രയാസമാണ്. അപ്പോൾ ആ ഒരു ബാധ്യത ശരിക്കും ഏറ്റവും ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഡോക്ടർ ജയദേവിക ഏറ്റെടുത്തിട്ടുള്ളത്. അവരുടെ കൂടെ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു എഫേർട്ട് എനിക്ക് ശരിക്കും മനസ്സിലായതാണ്. അതിനൊരു ഉദാഹരണം പറയുന്നത്, അവരെന്നോട് ഈ നോവലിലെ വാക്യങ്ങൾ, കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ കണ്ണൂർ ഭാഷയിൽ ആ സ്ലാങ്ങിൽ വായിച്ച് തരാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് ഞാൻ കണ്ണൂർ സ്ലാങ്ങിൽ പറയുകയും അവരതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതേ ഇൻറ്റൊണേഷനോട് കൂടിയിട്ട്, അതായത് ആ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ണൂരിൻ്റെ ഒരു ഉച്ചാരണ ശൈലിയിൽ വായിക്കാൻ പറ്റും ഓരോ വാക്യങ്ങളും. അത്തരത്തിൽ മാറ്റി എഴുതിക്കൊണ്ടാണ്, അത്രയും അതിൻ്റെ പ്രാദേശിക ഭാഷാഭേദത്തോട് നീതി പുലർത്തിക്കൊണ്ടാണ് ആ ട്രാൻസ്ലേഷൻ നിർവഹിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് എൻ്റെ ബോധ്യം. നമുക്ക് പൊതുവെ മുഖ്യധാരയോട് വളരെ താല്പര്യമുള്ളൊരു ജനതയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അതാണ് എളുപ്പവും. നമുക്കൊരു കാര്യം വായിക്കാനോ ഉൾക്കൊള്ളാനോ ശരിക്കും നിലവിലൊരു മെയിൻ സ്ട്രീം സാധനം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ തൃപ്തരാണ്. പക്ഷെ അതിൻ്റെ ഉപാഖ്യാനങ്ങളെക്കുറിച്ച്, അതിൻ്റെ വ്യാഖ്യാന സാധ്യതകളെക്കുറിച്ച് പലപ്പോഴും നാം ഒരുപക്ഷെ മനഃപൂർവ്വമായിട്ട് തന്നെ അജ്ഞത നടിക്കും. മഹാഭാരതത്തിനുള്ള അനേകായിരം ഉപകഥകൾ, പല ദേശങ്ങളിലുമുള്ള ഉപകഥകളൊക്കെയും പലപ്പോഴും നമ്മൾ നാട്ടുമൊഴികളായി കേട്ടിട്ടുണ്ടാവാം, പക്ഷെ അതെവിടെയും രേഖപ്പെട്ട് കാണുകയില്ല. ഒരു ഒറിജിനൽ ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ മഹാഭാരതത്തെ സമീപിക്കുന്നവരാണ് ഏറെയും ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഉപകഥകളുടെ സാധ്യതകൾ പലപ്പോഴും നോവലൊക്കെ എഴുതുന്ന സമയത്ത് അതിനെ പുനരാഖ്യാനം ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആ നോവലിസ്റ്റുകൾ അല്ലെങ്കിൽ ആ കഥാകൃത്തുക്കൾ, കവികൾ ശ്രദ്ധിക്കാറുണ്ടെന്ന് മാത്രം. അപ്പോൾ അത് നമുക്കെപ്പോഴും ഒരു അക്ഷയഖനിയാണ്. അതിന് ഭാവനയുടെ അപാരമായ സാധ്യതകളുണ്ട്. ഒപ്പം തന്നെ വർത്തമാനകാല അവസ്ഥയിൽ ആ ഒരു ടെക്സ്റ്റിനോട് നീതി പുലർത്തേണ്ടതുണ്ട്. അതിനെ ഏറ്റവും സമകാല പ്രസക്തമായിട്ട് വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. ഒപ്പം ഒരു ഒറ്റക്കൽ ദേശീയത എന്നുള്ളതിന് പകരം അതിൻ്റെ പ്രാദേശിക വ്യാഖ്യാന ഭേദങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഒരു നിലപാടാണ് ആത്രേയകത്തിലുള്ളത്. കല്യാണിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്തും ഉള്ള ഒരു ഫോക്ക്, അതായത് ചെറിയ വിശ്വാസങ്ങൾ, മരണാനന്തര ജീവിതം പോലുള്ള കാര്യങ്ങൾ, അത് ജീവിതത്തിൻ്റെ അവസാനമല്ല മരണം, അത് ജീവിതത്തോടൊപ്പം തുടരുന്നൊരവസ്ഥയാണ്. മരിച്ചു പോയവരും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ തുടരുന്ന മനുഷ്യരെ അതിനകത്ത് കാണാം. അപ്പോൾ ചേയ്ക്കുട്ടി മരണത്തിന് ശേഷവും കല്യാണിയുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന പോലുള്ളൊരു വിശ്വാസം. അത്തരത്തിൽ വാവ് പിന്നെ അകത്ത് വെച്ച് കൊടുക്കുക എന്ന് പറയുന്ന ചടങ്ങ്, ഭക്ഷണം, മരിച്ചവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവർക്ക് പിന്നീടും ഉണ്ടാക്കി കൊടുക്കുക. ആ അർത്ഥത്തിൽ ഇതൊന്നിനും ഒരു അവസാനമില്ല എന്നുള്ളത്. അതേസമയം നമ്മുടെ ഒരു വരേണ്യ വിശ്വാസം അനുസരിച്ചിട്ട് മരണം കഴിഞ്ഞാൽ മറ്റൊരു ലോകത്തേക്ക് പോകുന്നു എന്നാണ്, ഈ ലോകത്ത് ഇടമില്ല എന്നാണ്. പക്ഷേ മരിച്ചവരും ഈ ലോകത്ത് പുലരുന്ന ജന്തുക്കളും മറ്റ് ജീവജാലങ്ങളും ഒക്കെയും പുലരുന്ന ഒരു പ്രാദേശിക സംസ്കൃതിയാണ് കല്യാണി അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് രണ്ടും ഈ മുഖ്യധാരയിൽ നിന്ന് വേറിട്ടുള്ള ചില ഉപദേശീയതകളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് ഇവയെ രണ്ടിനെയും താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ പഴയ ഫോട്ടോസൊക്കെ കാണുമ്പോൾ മിക്കവാറും കുട്ടികളൊക്കെ ഇത് പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടാവും, പഴയ ഫോട്ടോ ഒക്കെ. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഫോട്ടോ നോക്കുമ്പോൾ എന്തൊരു ദൈന്യതയും എന്തൊരു നിസ്സഹായതയുമാണ് മുഖത്തുള്ളതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഒരു മലയാളി സ്ത്രീക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു സവിശേഷമായ എൻലൈറ്റൻമെൻറ്റ് ഉണ്ടാകാനുണ്ട്. അതായത് ഒരു ബോധോദയം. അതായത് ഇതുവരെയുള്ള ജീവിതത്തെ അവർ വിമർശനാത്മകമായിട്ട് കാണാൻ ശ്രമിക്കും. ഇതുവരെ ഏറ്റവും ഗൗരവത്തോടു കൂടി കണ്ടത് പിന്നീട് ലാഘവത്തോടു കൂടി കാണാൻ ശ്രമിക്കും. സ്വന്തം ശരീരത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അവനവന് വാഗ്ദത്തമായിരുന്ന ലോകത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇനി ഒരു പക്ഷേ വളരെ കുറച്ച് കാലമേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഈ ലോകം നമ്മിൽ നിന്ന് അകന്നു പോകേണ്ടതില്ല എന്ന് പറയുന്ന ധാരണയൊക്കെ അവർക്ക് ഉണ്ടാകുന്നതാണ് ആ ഒരു കാലം. ഒന്നത്. പിന്നീട് യാത്രകൾ, സൗഹൃദങ്ങൾ, പുസ്തകങ്ങളും ഒക്കെ കൂടി നമുക്ക് തരുന്നൊരു തുറവി. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നിട്ട് ഏത് സ്ത്രീയിലും ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു പരിണാമം ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു പരിണാമം എന്നിലും ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് ഒന്നും
മനഃപൂർവ്വമായിട്ട് ചെയ്തിട്ടില്ല. യാതൊരു തരത്തിലും അത്തരത്തിലുള്ള പിന്നെ ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഒരു എഴുത്തുകാരി എന്ന് ഞാൻ എന്നെ സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ധാരണകളൊന്നുമില്ല. പക്ഷേ നമ്മൾ നന്നായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനോഭാവത്തിനെ കൂടി സ്വാധീനിക്കും. അപ്പം ഭംഗിയായിട്ടിരിക്കുക, അപ്പോൾ ലോകവും ഭംഗിയുള്ളതായിട്ട് തോന്നും.